നേരെ എഴുന്നേറ്റ് വന്ന് കണ്ട കാഴ്ചയായിരുന്നത് ടേബിളെല്ലാം നല്ല മെസ്സായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നല്ലോണം അടുക്കി വെച്ചിട്ട് പഠിക്കാനിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കുറേ ദിവസം കൂടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനേക്കാളും മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ എക്സാമിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ മനസ്സമാധാനം തന്നെയായിരുന്നു. കാരണം വേറൊന്നുമല്ല, മാത്സിൻ്റെ എക്സാം തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എല്ലാ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിപ്പോയി കെമിസ്ട്രീനേക്കാളും പാടായിരുന്നു എനിക്ക് മാത്സ്. അത് പാടെന്ന് പറയാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. കാരണം അതിനുള്ളതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് ഞാൻ ഒരു പഠിപ്പി ലെവലാണെന്നല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ എക്സാമിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ. എക്സാം കഴിഞ്ഞിട്ട് പഠിക്കായിരുന്നു എന്ന് റിഗ്രറ്റ് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടാണ് മാത്സ് പഠിച്ചത്. ചില നേരത്തെ നമ്മുടെ എഫേർട്ടൊന്നും ആരും കാണില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ അത്രയേറെ എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് പഠിച്ച മാത്സ് എനിക്ക് ഒരു രീതിയിൽ നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ തന്നെ എൻ്റെ കോൺഫിഡൻസ് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത എക്സാം മലയാളമായിട്ട് പോലും അത് പഠിക്കാനൊരു മെൻറ്റാലിറ്റി മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. കാരണം മാത്സ് അത്രയേറെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഈ അവസ്ഥ വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എക്സാം നോക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ മൈൻഡ് ഇത് കേൾക്കാത്തൊരവസ്ഥയായിരുന്നു. ചില നേരം അങ്ങനെയാണ്, നമ്മുടെ എഫേർട്ടൊന്നും വാല്യൂ ഇല്ലാതെ വരുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇന്നത്തേക്ക് ഒരു ദിവസം എനിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാട്ടൊക്കെ വെച്ച് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് കരുതി പേരയ്ക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു, ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ രീതിക്കായിരിക്കും അവരുടെ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവുക. എന്നെ സംബന്ധിച്ച് ഞാൻ പാട്ട് കേൾക്കുന്നതും പുതിയ ബുക്സ് വായിക്കുന്നതും പിന്നെ കുക്കിംഗ്, റെയറാണെങ്കിൽ പോലും കുക്കിംഗ് എനിക്ക് എൻ്റേതായ രീതിക്കുള്ള ചെറിയ ഹാപ്പിനെസ് ഒക്കെ എനിക്ക് തരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നേരെ പോയി ലഞ്ച് കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത്, ദേ നിൽക്കുന്നടാ ഞാൻ. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇരാറ്റുപേട്ടയിലെ മൈജിയിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വ്യൂ കിട്ടി. ഇവിടെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയത് കടയിലേക്കാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ആണല്ലോ. ഒരു ഷാർജ ഷേക്കിൽ എന്നെ ഒതുക്കി വിട്ടു. ഇതാണ് നമ്മൾ വാങ്ങിച്ച നമ്മുടെ പുതിയ ടവർ ഫാൻ. എന്തായാലും ഉറങ്ങി എഴുന്നിട്ടപ്പോൾ നല്ലൊരു മഴ ഉണ്ടായിരുന്നു. സോ നല്ലൊരു ചായയൊക്കെ വെച്ച് നല്ലോണം പുറത്ത് വരുന്ന മഴ ഒന്ന് ആസ്വദിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.